ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് എപ്പോഴും സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കമന്റ്സ് എല്ലാത്തിനും വേണ്ടിയുള്ള ഉത്തരവാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് കുറച്ച് വിഷ്വൽസും കുറച്ച് ഇമേജസ് ഒക്കെ പോയി കണ്ടിട്ട് വരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഈ വീഡിയോസിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഐഡിയ എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ എല്ലാവരും ആലോചിച്ചിട്ടുണ്ടാവും, വാവ് അടിപൊളി, എന്ത് സ്റ്റണ്ണിങ് ആണ് ഈ കിച്ചൺസ് എന്നുള്ളത് അല്ലെ. രണ്ടാമത്തെ കാര്യമോ, ആ ഐലൻഡിലെ, അതായത് നടുക്കുള്ള കൗണ്ടറിന് നമ്മൾ ഐലൻഡ് എന്നാണ് പറയുന്നത്. അപ്പം ഐലൻഡ് കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മിക്കവാറും കേസസിൽ ആ കൗണ്ടർ നടുക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ അതിന്റെ 4 ചുറ്റിലും നമുക്ക് നടക്കാൻ പറ്റും, ഓപ്പൺ ആയിരിക്കും 4 ചുറ്റിലും. മാത്രമല്ല മൂന്നാമത്തെ ഒരു കാര്യം എന്താണ്, നമ്മളത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അറിയാം, ഈ പറയുന്ന എല്ലാ കിച്ചൺസും വളരെയധികം സ്പേഷ്യസ് ആണ് അല്ലെ, നല്ല ഹ്യൂജ് കിച്ചൺസ് ആണ്. ഐലൻഡ് കിച്ചൺസ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഒരു ഐലൻഡ് പോലെ, അതായത് 4 ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും. മാത്രമല്ല കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ടെങ്കിലേ അത്രയും വലിയൊരു കൗണ്ടർ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. തമ്മിലിൽ നിങ്ങൾ കണ്ടത് മാതിരി തന്നെയാണ്, ഇത് ഐലൻഡ് കിച്ചൺസിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഐലൻഡ് കിച്ചൺ എന്താണ്, ഐലൻഡ് കിച്ചൺ എന്തൊക്കെ ടൈപ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെ മെഷർമെന്റ്സിലുള്ള കിച്ചൺ ആയിരിക്കും ഒരു ഐലൻഡ് കിച്ചൺ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക, പിന്നെ അതിന്റെ യൂസേഴ്സ്, ഡിസ്അഡ്വാൻറ്റേജസ്, ഇതിനെക്കുറിച്ച് എല്ലാം നല്ല വിശദമായി ഡിസ്കസ് ചെയ്യാം നമുക്ക്. പക്ഷെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനീത, ഞാനൊരു ഇന്റീരിയർ ഡിസൈനർ ബൈ പ്രൊഫഷനാണ്. നിങ്ങൾക്ക് ഇന്റീരിയർ ഡിസൈനിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും എൻ്റെ ഈ ചാനലിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാൻ പോരും. I've been thinking about myself today, thinking how I changed, how I really don't care. അപ്പോൾ ഐലൻഡ് കിച്ചൺ എന്താണ് എന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഐലൻഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐലൻഡ് പോലെ അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൗണ്ടറാണ് ഐലൻഡ് കിച്ചൺ. ദാറ്റ് മീൻസ് നമുക്കൊരു മെയിൻ കിച്ചണും കൂടി ഉണ്ടാവണം. അപ്പോൾ ഒരു മെയിൻ കിച്ചണോ ഏതൊരു ഒരു എൽ ഷേപ്പ് കിച്ചണോ അല്ലെങ്കിൽ യു ഷേപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് കിച്ചൺ ആകാം. ഇങ്ങനെയുള്ള ഒരു മെയിൻ കിച്ചന്റെ കൂട്ടത്തിൽ നടുക്ക് ഓപ്പൺ എൻഡഡ് ആയിട്ട്, അതായത് 4 സൈഡിലും നമുക്ക് നടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഐലൻഡ് പോലെ തോന്നിക്കുന്ന ഒരു കൗണ്ടർ സ്പേസിനെയാണ് നമ്മൾ ഐലൻഡ് കിച്ചൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം എങ്ങനെയാണ് നമ്മൾ ഐലൻഡ് കിച്ചൺ വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ളത്? ഫസ്റ്റ് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കാനുള്ള കാര്യം എന്താണെന്നറിയാം, എന്തിനാണ് എനിക്ക് ഐലൻഡ് കിച്ചൺ വേണ്ടതെന്ന്. അതായത് നമ്മളൊരു പടം കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വീട്ടിൽ വെച്ച് നിങ്ങൾ അതുപോലത്തെ ഒരു ഐലൻഡ് കിച്ചൺ കണ്ട് അത് വലിയ മോഹിച്ചിട്ടാണോ ഈ ഐലൻഡ് കിച്ചൺ ആഗ്രഹിക്കുന്നത്, അല്ലെ അതിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് യൂസ് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം. ഇതിൽ ഇനിയൊരു കാര്യം എന്താണെന്നറിയോ, അതിനുള്ള ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ടോ? സ്പേസിനെ കുറിച്ച് നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മളോട് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം എന്താണ്, സ്പേസ് ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത്. ആവശ്യത്തിന് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിലേ ഐലൻഡ് കിച്ചൺ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് ചില ക്ലയൻസ് വന്നിട്ട് പറയും, എനിക്ക് ഐലൻഡ് കിച്ചൺ എനിക്ക് വളരെ ഇഷ്ടമാണ്, പ്ലീസ് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു ഐലൻഡ് എങ്കിലും നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം കിച്ചണിൽ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, ഞാൻ 99.9% ആ ക്ലയൻറ്റിനോട് ഓപ്പൺ ആയിട്ട് പറയും, ഇങ്ങനത്തെ ഒരു ഐലൻഡ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒബ്സ്ട്രക്ഷൻ ആവും. വളരെ ചെറിയൊരു കിച്ചൺ അല്ലെങ്കിൽ ഒരുപാട് മൂവ്മെന്റ്സ് വേണ്ട ഒരു വർക്ക് സ്പേസിൽ, അല്ല ഒരുപാട് മൾട്ടിപ്പിൾ ആൾക്കാർ, അതായത് 3നും അധികം ആൾക്കാർ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഐലൻഡ് ഒരു ഒബ്സ്ട്രക്ഷൻ ആയി നമുക്ക് മാറാം. പിന്നെ വേറെ കുറേ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസും ഇതിൽ ഇൻവോൾവ് ആണ് അല്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഐലൻഡ് കിച്ചൺ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള. പിന്നെ അത് എന്ത് യൂസിനാണ് നിങ്ങൾക്ക്? അത് വെറും ഷോന് എന്തായാലും ഐലൻഡ് കിച്ചൺ പറ്റില്ലല്ലോ അല്ലേ. അപ്പം അത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാനാണോ, അല്ല ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും പിന്നെ അതിനോട് അഡീഷണൽ ആയിട്ട് അതിൽ കുക്കിംഗ് ചെയ്യണോ നിങ്ങൾക്ക്, അല്ല സിങ്ക് വെക്കണോ, ഒരു സ്റ്റോറേജ് യൂണിറ്റ് പ്ലസ് കൗണ്ടർ, ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്പേസ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കൺസ്ട്രെയിന്റ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പം അതിനൊരു എൽ ഷേപ്പ് കൗണ്ടർ ആണ് ഉണ്ടെങ്കിൽ, ഒരു ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെറുതായിട്ട് ഒരു ഐലൻഡ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് യു ഷേപ്പ് ആണെങ്കിൽ കുറേ കൂടെ ഒരു വലിയ സ്പേസ് ഉണ്ടെങ്കിലേ നമുക്ക് ഐലൻഡ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് മെഷർമെന്റ്സിലോട്ട് പോവാം. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ സ്പേസ്, ഞാൻ പറഞ്ഞല്ലോ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇതിൽ. അപ്പോൾ ഈ സ്പേസ് നമ്മൾ എത്ര വിടണം എന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, മെയിൻ കിച്ചൻ്റെ കൗണ്ടർ ഉണ്ടല്ലോ, ആ കൗണ്ടറും ഐലൻഡിൻ്റെ കൗണ്ടറിൻ്റെ ഇടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു 42 ഇഞ്ചസ് ടു 48 ഇഞ്ചസ് എങ്കിലും നമുക്ക് വേണം. മിനിമം 42 ഇഞ്ചസ് എങ്കിലും നിങ്ങൾ ആ സ്പേസ് വിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോൾ. ചിലർ 3 ഫീറ്റ് മതി എന്നൊക്കെ പറയാറുണ്ട്.
പക്ഷേ ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. എസ്പെഷ്യലി നിങ്ങൾക്ക് വല്ല ഫ്രിഡ്ജ് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഡിഷ് വാഷറോ, അപ്പം നമ്മൾ ബാക്കിലോട്ട് പോയിട്ടല്ലേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ബാക്ക് സൈഡ് നമുക്ക് എപ്പോഴും നമ്മുടെ ബാക്കിൽ അത് തട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരാൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര അസൗകര്യമായിരിക്കും. അതേപോലെ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു 50 ഇഞ്ചസിന് മേളില് സ്പേസ് കൊടുക്കാനും പാടില്ല. എന്ന് വെച്ചാൽ ഐലൻഡും കിച്ചന്റെ ആ മെയിൻ കിച്ചന്റെ കൗണ്ടർ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ബിറ്റ്വീൻ ദോസ് ടു സ്പേസസ് ഒരുപാട് ഗ്യാപ്പായി പോയാലും എപ്പോഴും നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ഒരു അവസ്ഥ വരും. ഇനിയൊരു ക്രൂഷ്യൽ കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മളൊരു ഐലൻഡ് കിച്ചൺ ചെയ്തിട്ട് അതിന്റെ ബിറ്റ്വീൻ ദീസ് ടു സ്പേസസ് മാത്രമല്ല, ഐലൻഡിന്റെ അപ്പുറത്ത് ബാക്ക് സൈഡിൽ എന്താ ഉള്ളതെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അപ്പുറത്ത് നിങ്ങൾ വെറുതെ പ്ലെയിൻ ആയിട്ടാണ് വിട്ടിരിക്കുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഒരു സെറ്റപ്പാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യണം. ബിക്കോസ് നമുക്ക് അതിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റൂള് മൂവ് ചെയ്ത് ഒരാൾ ഇരിക്കുമ്പോഴത്തേക്ക് അതിനുള്ള സ്പേസ് കൂടി വിടണം അല്ലേ. ആൻഡ് ബിയോണ്ട് ദാറ്റ് നിങ്ങൾക്കൊരു വാക്കിംഗ് പാത്ത് വേ ആണോ, അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് നിങ്ങൾക്കൊരു ഡൈനിങ് ടേബിൾ ആണോ ഇതേപോലെ ഇട്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ആവശ്യമുണ്ട്. സോ ഓവറോൾ ഞാൻ പറയും ഒരു 4 ഫീറ്റ് എങ്കിലും 4.5 ഫീറ്റ് എങ്കിലും ബാക്കിലും സ്ഥലം വിട്ടേക്കണം. പിന്നെ ഉണ്ടല്ലോ, ചില വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഐലൻഡ് ജസ്റ്റ് ഒരു ആഗ്രഹത്തിന് വെക്കുന്നു എന്ന് വെച്ചിട്ട് അതൊരു സ്ക്വയർ ആയിട്ടുള്ള ചെറിയൊരു ബോക്സ് ഷേപ്പിലൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഫസ്റ്റ്ലി എസ്തെറ്റിക്കലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ്സ് ഉണ്ടല്ലോ, അത് റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ കുറച്ച് ഇലോങ്കേറ്റഡ് ആയിട്ട് സൈഡിൽ കുറച്ച് കർവ്ഡ് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇഫ് യു ഗോ ഫോർ എ റൗണ്ട് ഓർ എ സ്ക്വയർ, അത് ഞാൻ പറയും ആബ്സല്യൂട്ട്ലി നോ. ഐലൻഡ് കിച്ചന്റെ ഡിസൈൻസിനെ കുറിച്ച് വേറൊരു വീഡിയോ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ ബേസിക് ആയിട്ട് ഐലൻഡ് കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചില ക്രൂഷ്യൽ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. അതെന്തൊക്കെയാണെന്നറിയോ? സോ ഒരു ഐലൻഡ് കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണോ? അതിനോടൊപ്പം മറ്റേ സൈഡിൽ, അതായത് കിച്ചന്റെ ആ സൈഡിൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ചിലര് വിചാരിക്കും എനിക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ മറ്റേ സൈഡിൽ, ആൻഡ് ഈ സൈഡിൽ അതായത് കിച്ചന്റെ ഉള്ളിൽ മലക്കറി അരിയാനും പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാനും അങ്ങനെ പ്രിപ്പറേഷൻ കൗണ്ടർ എന്നാണ് വിളിക്കുന്നത്. ബേസിക്കലി അതുപോലത്തെ ഒരു സ്ഥലം മതി എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പലരും, അതായത് എസ്പെഷ്യലി പുറത്തെ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നത് കൂടുതലും സിങ്ക് ഐലൻഡിൽ പ്ലേസ് ചെയ്യാറുണ്ട്. സോ അപ്പോൾ അങ്ങനെ സിങ്ക് വെക്കുന്നതാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്ലംബിംഗ് ലൈൻസ്. പ്ലംബിംഗ് ലൈൻസ് നമുക്ക് വീട് മൊത്തം പണിതതിന് ശേഷം ഒരിക്കലും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല അവിടെ സിങ്ക് വേണം. ബിക്കോസ് നമുക്ക്, ഞാൻ പറഞ്ഞ മാതിരി, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പൈപ്പ് വേണം പ്ലംബിംഗ് ലൈൻസിൽ അല്ലേ. അത് മാത്രമല്ല ആർ ഒ വെക്കാനുള്ള, അണ്ടർ സിങ്ക് ആർ ഒ വെക്കാനുള്ള അതിനുള്ള സംവിധാനം നമുക്ക് കൊടുക്കേണ്ടി വരും. മാത്രമല്ല മേ ബി ഇപ്പം ട്രാഷ് ക്രഷ് ചെയ്യുന്ന സാധനം, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിനൊരു ഇലക്ട്രിക്കൽ പോയിന്റും പ്ലംബിംഗ് ലൈൻസും ഒക്കെ ആദ്യമേ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് ചിലര് അത് ഒരു കുക്കിംഗ് കൗണ്ടർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഭയങ്കര പെറ്റ് പ്രോജക്റ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ചെയ്തു കൊടുത്ത് അതിന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കേട്ടോ, ആ വീഡിയോ പോയി കണ്ടു നോക്കിക്കോ. അപ്പം അതില് അവരുടെ ഒരു ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമുക്ക് സെന്ററിലുള്ള ഐലൻഡിൽ തന്നെ അവർക്ക് കുക്കിംഗ് കൗണ്ടർ വേണം. അവിടെ വെച്ച് തന്നെ ആയിരിക്കും, അതായത് അവരുടെ മെയിൻ ഇൻബിൽറ്റ് ഹോബും ഒക്കെ അവിടെ തന്നെ അവർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഡിസൈഡ് ചെയ്തിരുന്നു. അങ്ങനെ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുക്കിംഗ് കൗണ്ടർ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇൻബിൽറ്റ് ഹോബ് വെക്കണം. അപ്പൊ അതിനുള്ള പോയിന്റ് വേണം. മാത്രമല്ല ഗ്യാസ് പൈപ്പിങ്ങിനുള്ള പോയിന്റ് വേണം അല്ലേ. അപ്പൊ അതൊക്കെ ഓൾറെഡി അവർ ബിൽഡറിനോട് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈൻ ഒക്കെ അവർ എടുത്തിരുന്നു ഫ്ലോറിങ്ങിന്റെ അടി കൂടെ. സോ ദാറ്റ് മീൻസ് ഫ്ലോറിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല അവിടെ ഒരു ഇലക്ട്രിക്കൽ പോയിന്റും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ക്യാച്ച് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കുക്കിംഗ് കൗണ്ടർ ഐലൻഡിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഐലൻഡ് ചിമ്മിനിയും കൂടി വേണ്ടി വരും അല്ലേ. ഐലൻഡ് ഹൂഡ് എന്ന് പറയുമ്പം ഒബ്വിയസ്ലി അതിന് സക്ഷൻ കപ്പാസിറ്റി കൂടുതൽ വേണം. പിന്നെ അതിന്റെ ഡക്ട് പൈപ്പ് പോകാനുള്ള ഒരു സംവിധാനം വേണം. പിന്നെ അതിനുള്ള ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഡക്ട് പൈപ്പിംഗ് മറവ് വേണമല്ലോ നമുക്ക്. അപ്പൊ അതിന് വേണ്ടി ഫോൾ സീലിംഗിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഇതൊക്കെ കണ്ട് പേടിക്കണ്ട കേട്ടോ. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡിസൈനറിനോട് ആദ്യമേ പറയുകയാണെങ്കിൽ അവർക്ക് കാര്യം അറിയാമെങ്കിൽ അവരത് നേരെ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആദ്യമേ ഡിസിഷൻ എടുക്കുക. ആദ്യമേ പ്ലാനിങ് ഫേസിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണം. അപ്പൊ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്നറിയോ? നോർമലി ഉള്ള ഒരു ഹോബിനാണെങ്കിൽ ബാക്ക് സ്പ്ലാഷ് ഉണ്ടാവും അല്ലേ. അപ്പൊ എന്തെങ്കിലും കടുക് വറക്കോ അങ്ങനത്തെ ഗാർണിഷിങ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓയിൽ സ്പ്ലാഷ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫിനിഷിലുള്ള ഐലൻഡ് ആണെങ്കിൽ ബാക്ക് സ്പ്ലാഷ് ഉണ്ടാവത്തില്ല. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഐലൻഡ് ചിമ്മിനി മുകളിൽ നിന്ന് നിങ്ങൾക്ക് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ താഴേന്ന് അത് മേളിലോട്ട് വരുന്ന ചിമ്നീസും അവൈലബിൾ ആണ്. ഈ ഐലൻഡ് ചിമ്നി ഞാൻ പറഞ്ഞല്ലോ, മേളിൽ നിന്ന് വരുന്ന ചിമ്നി ആണെങ്കിൽ അത് കുറച്ച് ലോ ആയിട്ട് വെക്കുക. അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവർക്കൊരു പെർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ട്. അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം.
ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ലൈറ്റിംഗ് അല്ലേ. അപ്പോൾ ഐലൻഡ് ചിമ്മിനിയിൽ ഏറ്റവും വലിയ ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈറ്റിംഗ് ആണ്. കറക്റ്റായിട്ട് ഫോൾ സീലിംഗ് പ്ലേസ് ചെയ്തിട്ട് അത് എവിടെയൊക്കെ വേണോ അതിന് ആവശ്യത്തിന് ലൈറ്റിംഗ് പ്ലേസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ കുക്കിംഗ് പ്രോസസ്സ് നമുക്ക് സ്ട്രെനുവസ് ആയിട്ട് തോന്നും. ആൻഡ് അതിനോടൊപ്പം തന്നെ ഈ ഹോബിന്റെ അപ്പുറവും ഇപ്പുറവും ജസ്റ്റ് ഒരടി സ്പേസ് വിട്ട് കഴിഞ്ഞാൽ ഒട്ടും മതിയാവില്ല കേട്ടോ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ 2 feet സ്പേസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നത്തിങ് ലൈക്ക് ദാറ്റ്. ഓരോ തവണയും മറ്റേ കൗണ്ടറിൽ നിന്ന് അങ്ങോട്ടുനിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്ന് അത് ചെയ്യുന്നതിനേക്കാളും മച്ച് ബെറ്റർ എന്താണ്, തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഇത് വെക്കുക, കുക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ ഇറക്കി റൈറ്റ് സൈഡിലോട്ട് വെക്കുക. ഓർ ദി അതർ വേ റൗണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണ്, ചിലര് ഈ ഹോബ് ഇവിടെ ഐലൻഡിൽ വെച്ചിട്ട് സിങ്ക് കുറേ അങ്ങോട്ടേക്ക് വെക്കും. ചിലരാണെങ്കിൽ ഐലൻഡിന്റെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി സിങ്ക് വെക്കും. സോ ഓരോ പ്രാവശ്യം നമ്മൾ കുക്ക് ചെയ്തിട്ട് കൈ കഴുകണം അല്ല എന്തെങ്കിലും സാധനങ്ങൾ കഴുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഐലൻഡിന് ചുറ്റി പോണ്ടേ. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കുക. തൊട്ടപ്പുറത്ത് ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് പെട്ടെന്ന് എത്താൻ പറ്റുന്ന വിധത്തിൽ വേണം സിങ്ക് പ്ലേസ് ചെയ്യാനായിട്ടുള്ള. ഇപ്പം ടൈപ്സ് ഓഫ് ഐലൻഡിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയാനായിട്ട് വിചാരിക്കുന്നില്ല, ബിക്കോസ് വീഡിയോ ഒരുപാട് നീണ്ടുപോകും കേട്ടോ. പക്ഷെ ബേസിക്കലി ഐലൻഡ് പല ടൈപ്പിന്റെ ഉണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണെങ്കിൽ അതിന് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ വളരെ ഒരു കണ്ടംപററി ലുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഫ്ലാറ്റ് ആൻഡ് ദെൻ ഒരു ഡ്രോപ്പ്, അതിനെന്താ പറയുന്നതെന്ന് അറിയോ, വാട്ടർഫാൾ ഐലൻഡ് എന്നാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഞാൻ ഡെഫിനറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിനോടൊപ്പം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കിച്ചൺ വളരെ വലുതാണെങ്കിൽ ചിലരിങ്ങനെ ജസ്റ്റ് ഒരു യു ഷേപ്പിൽ കിച്ചൺ കൊടുത്തിട്ട് പിന്നെ നടുക്ക് ഐലൻഡ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ തുറന്നങ്ങ് കിടക്കും. അത് തന്നെ ഒരു ഓക്വേർഡ്നെസ് വരും. അങ്ങനത്തെ കിച്ചൺസിനും ഐലൻഡ് നമ്മൾ കൺസിഡർ ചെയ്യാം. വളരെ വളരെ വലിയ വീടാണ് ആൻഡ് ഒത്തിരി സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ആർ പീപ്പിൾ ഹു ഗിവ് 2 ഐലൻഡ്, അതായത് ഒരു ഐലൻഡ് കഴിഞ്ഞിട്ട് പിന്നെ അഗെയിൻ ഒരു 4 അടി സ്പേസ് കൊടുത്തിട്ട് വേറൊരു ഐലൻഡും കൂടി ചെയ്യാറുണ്ട്. സോ ആ മെയിൻ ഐലൻഡിൽ അവർ എന്തെങ്കിലും കുക്കിംഗ് പ്രോസസ്സും സിങ്കും ഒക്കെ വെക്കും. പക്ഷെ മറ്റേ ഐലൻഡിൽ അവരുടെ ബേസിക് ആയിട്ടുള്ളത് എന്റർടൈൻമെന്റിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുമ്പോൾ ഏതൊരു സാധനത്തിനും അതിന്റെ യൂസസും ഉണ്ട്, അതേ സമയത്ത് അതിന് ചില ഡിസഡ്വാൻറ്റേജസും നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഐലൻഡ് കിച്ചന്റെ ബേസിക് ആയിട്ടുള്ള യൂസ് എന്താണെന്നറിയോ? ബേസിക് ആയിട്ട് വേറെ ഒന്നുമല്ല, സ്റ്റണ്ണിങ് ആണ്. ശരിക്കും നല്ല രീതിയിൽ നല്ല ലൈറ്റിങ്ങും നല്ല കൗണ്ടർ ടോപ്പ് ഒക്കെ കൊടുത്ത് ആവശ്യത്തിന് വീതിയുള്ള ഒരു ഐലൻഡ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കിച്ചൺ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് മാറ്റാൻ പറ്റും നമുക്ക്. അത് പക്ഷേ എസ്പെഷ്യലി നല്ലൊരു വർക്ക്മാൻഷിപ്പ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ക്രൂഷ്യൽ പോയിന്റ് കേട്ടോ. ഇഷ്ടംപോലെ കൗണ്ടർ സ്പേസ് ഉള്ള ഒരു ഐലൻഡ് ആണെങ്കിൽ, നിങ്ങളൊരു എന്റർടൈനർ ആണെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിൽ ഒത്തിരി ആൾക്കാർ ഡിന്നറിനൊക്കെ വരും, അങ്ങനെ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ പാർട്ടീസ് ഒക്കെ ത്രോ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് നമുക്കൊരു എക്സ്റ്റൻഷൻ കൗണ്ടർ പോലെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ അതപ്പോൾ അതൊരു ഡുവൽ ഫംഗ്ഷനാലിറ്റി ആയിട്ടും നമുക്ക് ഐലൻഡ് കിച്ചനെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. എല്ലാ കിച്ചൺസിന്റെ മാതിരി തന്നെ ഐലൻഡ് കിച്ചണിനും കുറെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് കേട്ടോ. സ്റ്റണ്ണിങ് ലുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഐലൻഡ് കിച്ചന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒരുപാട് സ്പേസ് എടുക്കുന്ന ഒരു കിച്ചണാണ് ഐലൻഡ് കിച്ചൺ. ഒരുപാട് സ്പേസ് നമുക്ക് വേസ്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഐലൻഡ് കിച്ചൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള അത്രയും സ്പേസ് വേണം. ആൻഡ് അതിനോടൊപ്പം കോസ്റ്റും നമുക്ക് എസ്കലേറ്റ് ചെയ്യും. ബിക്കോസ് അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് ഫില്ല് ചെയ്യണ്ടേ, ക്യാബിനറ്റ്സും ഹാർഡ്വെയറും എല്ലാത്തിനും കാശാവും. പിന്നെ കൗണ്ടർ ടോപ്പ്, ലൈറ്റിംഗ്, പിന്നെ അതിന്റെ ലുക്ക് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് കിച്ചന്റെ കോസ്റ്റ് ഡബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചില ഐലൻഡ് കിച്ചൺസ് ശരിക്കും അത്ര പ്രാക്ടിക്കൽ അല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. എസ്പെഷ്യലി യു ഷേപ്പ് ഐലൻഡ് കിച്ചൺസ് ഒക്കെ ആണെങ്കിൽ നമുക്കപ്പം മറ്റേ സൈഡ് ഓഫ് ദി ഐലൻഡ് നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു സി ഷേപ്പിൽ കറങ്ങേണ്ടി വരും അല്ലേ. അപ്പം നമുക്ക് മറ്റേ സൈഡ് ഈതർ നമ്മൾ കഴിവതും എല്ലാ സാധനങ്ങളും ഈ സൈഡിൽ വെച്ചിട്ട് അങ്ങോട്ടേക്ക് അധികം പോകാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യും. അപ്പം മറ്റേ സൈഡ് അത്ര യൂസ്ഫുൾ അല്ലാതെ മാറാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല അഥവാ നമ്മൾ ഫ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ മറ്റേ സൈഡിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എല്ലാ പ്രാവശ്യവും നമ്മൾ മൂവിങ് അറൗണ്ട് നമ്മുടെ പ്രോസസ്സ് കുറച്ചുകൂടി സ്ട്രെനേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പേഴ്സണലി ഒരു യു ഷേപ്പ് ഐലൻഡ് കിച്ചൺ ഞാൻ പ്രിഫർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് തവണ ആലോചിക്കും അങ്ങനെ വേണോ എനിക്കെന്ന്. അതേപോലെ ഇനിയൊരു ഡിസഡ്വാൻറ്റേജും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതായത് ദ ബിഗർ യുവർ കിച്ചൺ നമ്മളെ മെയിൻ്റനൻസും അതിനനുസരിച്ചിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. സോ ബേസിക്കലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ യു ഷേപ്പ് കിച്ചൺ ആണെങ്കിൽ ഐലൻഡ് വെക്കുന്നതിന് മുമ്പേ 10 ടൈംസ് ആലോചിച്ചിട്ട് വേണം വെക്കാൻ. എൽ ഷേപ്പ്, പിന്നെ സ്ട്രെയിറ്റ് കിച്ചൺ, അതിലൊക്കെ ആണെങ്കിൽ ഐലൻഡ് കിച്ചൺ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓപ്പൺ കിച്ചൺ, അത് ഓപ്പൺ കോൺസെപ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങൾക്ക് ഐലൻഡ് കിച്ചൺ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗോ ഹെഡ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ പ്ലാനിങ് വളരെ 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 ക്രൂഷ്യലാണ്. ഐലൻഡ് കിച്ചണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുമ്പം പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടി നിങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ. ആൻഡ് എന്തൊക്കെ വേറെ സംശയങ്ങളുണ്ടോ അതും കൂടി നിങ്ങൾ
പ്ലീസ് എന്നോട് എഴുതി ഇൻട്രാക്ട് ചെയ്യണം. അപ്പോഴേ എനിക്ക് കൂടുതൽ വീഡിയോ ഐഡിയാസും കിട്ടത്തുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അപ്പോഴേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.